ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ചിങ്ങം രാശിയിൽ 15 നാഴികയും കന്നി രാശിയിൽ 45 നാഴികയും കൂടി ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ ഉത്രം നക്ഷത്രം. അതിൽ ചിങ്ങം രാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. സർവേശ്വരകാരകനും ദേവഗുരുവുമായിട്ടുള്ളതായ വ്യാഴത്തിനാണെങ്കിൽ ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ടും അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നത് കൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ടും മാസത്തിൻ്റെ ആരംഭത്തിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യനും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെയും വിഷമഘട്ടങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ദീർഘവീക്ഷണത്തോടുകൂടി വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ വേണം. അതുകൊണ്ട് ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്ന പക്ഷം ചില സമയങ്ങളിൽ മനസ്സമാധാനക്കുറവിനും സാധ്യത കാണുന്നുണ്ട്. യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണം ഈ ആഗസ്റ്റ് മാസത്തിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും ഈശ്വരാനുഗ്രഹവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. കുടുംബത്തിലാണെങ്കിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസത വരാതെ ക്ഷീണം വരാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ച് കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. പ്രത്യേകിച്ച് കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് കൃത്യനിഷ്ഠയോടു കൂടിയിട്ട് കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസ്ഥലത്തിൽ വലിയ തരത്തിലുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആഗസ്റ്റ് മാസത്തിൽ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. കന്നി രാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണാമെങ്കിലും ശയനകളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നീചബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും ഉത്രം നക്ഷത്രം കന്നി രാശിക്കാർക്ക് കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിലെല്ലാം ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കണം. എന്നാലോ തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ നിവൃത്തിനാഥനും സുഖനാഥനുമായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ ലാഭസ്ഥാനത്ത് 11ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ആഗസ്റ്റ് മാസം 22-ാം തീയതി വരെ കർമാധിപനായിരിക്കുന്ന ബുധനും ലാഭസ്ഥാനത്ത് വ്യാഴത്തോടു കൂടിയിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ കർമ്മപരമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാലോ ആഗസ്റ്റ് മാസം 22-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് കർമാധിപനായിരിക്കുന്ന ബുധന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ആഗസ്റ്റ് മാസം 22-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും അഭിവൃദ്ധിയും മനസ്സന്തോഷവുമെല്ലാം കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ. എന്നാലോ ഈ ഉത്രം നക്ഷത്രം കന്നി രാശിക്കാർക്ക് 7-ാം ഭാവത്തിൽ ശനീശ്വരൻ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായ ടെൻഷൻ, അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് നല്ല മികവ് പുലർത്തുവാൻ സാധിക്കുന്നതായിട്ടൊരു സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അതിനുള്ളതായ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. എന്നാൽ ആഗസ്റ്റ് മാസം 22-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഈ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധന് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് 22-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണം. അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നതും ആഞ്ജനേയ സ്വാമിക്ക് വിശേഷാൽ വഴിപാടുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്.